ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട തുടങ്ങിയ മധ്യകിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസ് രോഗം അതിവേഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര തലത്തിൽ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ രോഗബാധ സംശയിക്കുകയും നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ നടപടി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരിലൂടെ രോഗം മറ്റു രാജ്യങ്ങളിലേക്ക് പകരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ അതിർത്തികളിൽ നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട്. രോഗവ്യാപനം തടയുന്നതിനും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ച് പരിശോധനകൾ ഊർജിതമാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അടിയന്തര നിർദ്ദേശം നൽകി കഴിഞ്ഞു. ബൂണ്ടിബിഗ്യോ വകഭേദത്തിന്റെ വെല്ലുവിളികൾ നിലവിലെ എബോള വ്യാപനത്തിന് കാരണം എബോള വൈറസിന്റെ 6 വകഭേദങ്ങളിൽ ഏറ്റവും അപൂർവവും അപകടകാരിയുമായ ബൂണ്ടിബിഗ്യോ എന്ന ഇനമാണെന്ന് ശാസ്ത്രലോകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാധാരണ എബോള വൈറസുകൾക്കെതിരെ നിലവിലുള്ള വാക്സിനുകളോ പ്രത്യേക ചികിത്സാ രീതികളോ ഈ പുതിയ വകഭേദത്തിന് ഫലപ്രദമല്ല എന്നതാണ് ആരോഗ്യ മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. രോഗബാധിതരിൽ മരണനിരക്ക് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ഈ വകഭേദത്തെ അതീവ ഗൗരവത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. കൃത്യമായ മരുന്നുകളോ പ്രതിരോധ കുത്തിവയ്പ്പുകളോ ലഭ്യമല്ലാത്തതിനാൽ രോഗം വരാതെ സൂക്ഷിക്കുക എന്നതും പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുക എന്നതും മാത്രമാണ് ഈ മഹാമാരി തടയാനുള്ള ഏക മാർഗം. രോഗം പകരുന്ന വഴികൾ ഏതൊക്കെയാണെന്നാൽ എബോള ഒരു ജന്തുജന്യ രോഗമാണ്. അതായത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും തുടർന്ന് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും ഇത് പകരുന്നു. രോഗബാധിതരായ മൃഗങ്ങളുടെ മാംസം ശരിയായി പാകം ചെയ്യാതെ കഴിക്കുന്നതിലൂടെ വൈറസ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാം. വായുവിലൂടെയോ വെള്ളത്തിലൂടെയോ ഈ രോഗം പകരില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. എന്നാൽ രോഗബാധിതരായ വ്യക്തികളുടെയോ രോഗം മൂലം മരണപ്പെട്ടവരുടെയോ രക്തം, മലമൂത്ര വിസർജ്യങ്ങൾ, ഉമിനീര്, വിയർപ്പ് തുടങ്ങി ശാരീരിക സ്രവങ്ങളുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരുന്നത് വഴി വൈറസ് അതിവേഗം പടരും. അതിനാൽ രോഗങ്ങളെ പരിചരിക്കുന്നവരും ആരോഗ്യ പ്രവർത്തകരും അതീവ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. പ്രധാന രോഗലക്ഷണങ്ങൾ നോക്കിയാൽ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് 2 മുതൽ 21 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങും. പ്രാരംഭഘട്ടത്തിൽ സാധാരണ വൈറൽ പനി പോലെ ശക്തമായ പനി, കടുത്ത തലവേദന, പേശിവേദന, തളർച്ച, തൊണ്ടവേദന എന്നിവയാണ് കാണപ്പെടുന്നത്. രോഗം മൂർച്ഛിക്കുന്നതോടെ ഛർദി, അതിസാരം, ചർമ്മത്തിൽ ചുവന്ന തടിപ്പുകൾ എന്നിവ ഉണ്ടാകാം. ചിലരുടെ ശരീരത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളിൽ നിന്ന് അകാരണമായ രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രോഗം ബാധിച്ച് 5 മുതൽ 7 ദിവസങ്ങൾക്കുള്ളിൽ കൃത്യമായ പരിചരണം ലഭിച്ചില്ലെങ്കിൽ കരൾ, വൃക്ക തുടങ്ങി പ്രധാന അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാവുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യാം. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരിലും NSAID വിഭാഗത്തിൽപ്പെട്ട വേദന സംഹാരികൾ അമിതമായി ഉപയോഗിക്കുന്നവരിലും രോഗാവസ്ഥ കൂടുതൽ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. പ്രതിരോധ മാർഗങ്ങളും മുൻകരുതലുകളും ഏതൊക്കെയെന്നാൽ രോഗം വരാതെ തടയുക എന്നതാണ് എബോളയ്ക്കെതിരെയുള്ള ഏറ്റവും ഫലപ്രദമായ ആയുധം. ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് യാത്ര കഴിഞ്ഞെത്തുന്നവർക്ക് പനിയോ മറ്റു അസ്വസ്ഥതകളോ ഉണ്ടായാൽ ഇമിഗ്രേഷൻ പരിശോധനയ്ക്ക് മുൻപായി വിമാനത്താവളത്തിലെ ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ വിവരം അറിയിക്കണം. മൃഗങ്ങളുടെ മാംസം ഉയർന്ന താപനിലയിൽ നന്നായി വേവിച്ചു മാത്രം കഴിക്കുക. രോഗബാധ സംശയിക്കുന്നവരെ എത്രയും വേഗം പ്രത്യേക സമ്പർക്ക വിലക്കിലേക്ക് മാറ്റുകയും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുകയും വേണം. വ്യക്തി ശുചിത്വം പാലിക്കുക, കൈകൾ ഇടയ്ക്കിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക, രോഗബാധിതരുമായി നേരിട്ടുള്ള സമ്പർക്കം പൂർണ്ണമായും ഒഴിവാക്കുക എന്നിവയിലൂടെ നമുക്ക് ഈ മാരക വൈറസിന്റെ വ്യാപനത്തെ വിജയകരമായി തടഞ്ഞു നിർത്താൻ സാധിക്കും.